പ്രാർത്ഥന, സത്യനിഷേധികളുടെ ദുആ വഴികേടിലല്ലാതെ മറ്റൊരു സ്ഥലത്തുമല്ല, വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. ആരുടെ പ്രാർത്ഥന? ആരുടെ പ്രാർത്ഥന? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഉപമ വെള്ളത്തിലേക്ക് കൈനീട്ടി വെള്ളം എന്ന് പറയുന്നവനെ പോലെയാണ്. അവനത് പറഞ്ഞത് വെള്ളത്തിലേക്ക് കൈനീട്ടിയത് വായിലേക്ക് വെള്ളം എത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ അവന്റെ വായിലേക്ക് വെള്ളം എത്തുകയില്ല. ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിൽ 14-ാമത്തെ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുജാഹിദിൻ ധൈര്യമായി ലോകത്തോട് പറയാം, സുന്നി സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു പോകല്ലേ, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്തു പോകല്ലേ. അതിന് ഉപമയായി അല്ലാഹു ഖുർആനിൽ സൂറത്തുർ റഅദിൽ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞത് പ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു പോകല്ലേ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തു പോകല്ലേ, അല്ലാഹു അല്ലാത്തവരിൽ ബലികർമ്മം നടത്തല്ലേ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യല്ലേ, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയല്ലേ, അഭൗതികമായ തേട്ടം നടത്തല്ലേ, അഭൗതികമായ ശരണം തേടല്ലേ, അഭൗതികമായ സഹായ തേട്ടം നടത്തല്ലേ എന്ന് മുജാഹിദിന് പറയാനുള്ള രേഖ ദുസ്വപ്നങ്ങളല്ല, ഏതെങ്കിലും രാത്രിയിൽ കിടന്നുറങ്ങിയ നേരത്ത് കണ്ട കെട്ടുകഥയല്ല. അല്ലാഹുവിന്റെ കലാമാണ് സംസാരിക്കുന്നത്. ഖുർആനിന്റെ ആയത്താണ് ലോകത്തോട് അറിയിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന തിരുസുന്നത്താണ് ലോകത്തിന്റെ മുമ്പിൽ വെക്കാനുള്ളത്. ഇതാണ് രേഖ. രേഖയല്ലേ? ഇവിടെ പ്രസംഗിച്ചപ്പോ സ്വപ്നല്ലേ പറഞ്ഞതൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഇനി സ്വപ്നത്തിന്റെ കഥ ഞാൻ കൽപ്പിച്ചു തരാം കേട്ടോ. കാന്തപുരം ഒരു വിജ്ഞാന രംഗവുമായി പറയുന്ന അതിനും തെളിവെന്താരോ, ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വിശ്വാസം. എങ്ങനെ വിശ്വാസം? ഞങ്ങൾ ഖബറിലുള്ള ആളോട് ചോദിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് അവിടുന്ന് ഉത്തരം കിട്ടും ചെയ്യും, ഞങ്ങൾ അങ്ങോട്ട് പറയും ചെയ്യും. അതിനും രേഖ ഒരു സ്വപ്നമാണ്. ആദ്യമായി കാന്തപുരം പോലും വലിയ നേതാവാണല്ലോ അല്ലേ, വലിയ നേതാവായിരുന്നു, രാഷ്ട്രീയക്കാർക്ക് പോലും വലിയ നേതാവായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വരെ. അയാളെ കാണാൻ നമുക്ക് അയാൾ പറയട്ടെ. അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അജിസ്നി ലിതദ്രീസിൽ ഹികം, അങ്ങയുടെ ഹികം എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. ഫത്തഖുല്ലാഹ
മസ്തതഅ്തും, നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നഅം അജസ്തുക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു. അല്ലാഹു അത് കബൂൽ. കേട്ടില്ലേ? ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ സംഭവിച്ചത്? ഖബറിലുള്ള ആളോട് നേരിട്ട് സംസാരിക്കുക, ആ ഖബറുള്ള ആൾ ഇങ്ങോട്ട് ഉത്തരം കൊടുക്കുക. പിന്നെ പിറ്റേ ദിവസം ബോംബെയിൽ ഒന്ന് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഉപരി പ്രത്യക്ഷപ്പെടുക. ഫുള്ള് സ്വപ്നാണ്. ആ അതിനുള്ള തെളിവുണ്ടാവില്ലല്ലോ. രേഖ എവിടെ വെച്ചാൽ സ്വപ്നല്ലേ? നമ്മൾ തെളിവ് ചോദിക്കും, അപ്പൊ മുഴുവൻ സ്വപ്ന. അതിന് രേഖയില്ല. ഞാൻ സ്വപ്നം കണ്ടതാണെങ്കിൽ തരാൻ പറയും. അല്ലാതെ എന്ത് തെളിവ് അതിനുണ്ടാവുക? എന്നാല് പേരോടിന്റെ ഉസ്താദാണ്. പേരോട് ഇത് കേട്ടപ്പോ തോന്നി ഈ തരാലും ശരിയായില്ല. അപ്പൊ പേരോട് ഉടനൊരു പ്രസംഗം. ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞാലും സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റൂല. ആ പേരോട് എന്തോ ഒരു പ്രശ്നം അവിടെ. അതല്ല, ആ പേരോടോട് ഇട്ടുകൊടുത്തേക്ക്, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടില്ലേ? എന്താ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇസ്ലാമിലുള്ള രേഖ പരിശുദ്ധ ഖുർആനിലുണ്ട്, തിരുസുന്ന